തിരുവനന്തപുരത്ത് നിന്ന് ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട്. ഹർജി തീർപ്പാക്കി, രജിസ്ട്രാർ അനിൽകുമാർ നൽകിയ ഹർജി തീർപ്പാക്കി. രജിസ്ട്രാറായി അനിൽകുമാറിന് തുടരാം. കോടതിക്ക് മുകളിലല്ല സിസ തോമസിൻ്റെ തീരുമാനം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും ഇന്ന് സിസ തോമസ് എടുത്ത തീരുമാനങ്ങൾ കൂടി അസാധുവാകുന്ന സാഹചര്യം. നിലവിൽ രജിസ്ട്രാറുടെ കസേരയിൽ അനിൽകുമാർ തന്നെയുണ്ട്. സിസ തോമസ് നിയമിച്ച മിനി കാപ്പന് ചുമതല ഏറ്റെടുക്കാനാകില്ല എന്നുകൂടി ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. എന്താണ് സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഷീജ തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുമ്പിൽ നിന്ന് ചേരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഏതായാലും കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായി കെ എസ് അനിൽകുമാറിന് തുടരാമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ, വി സിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഗവർണറെ സമീപിക്കാം എന്നാണ്. ഇക്കാര്യത്തിൽ ഇനി മറ്റൊരു ഹർജിയുടെ ആവശ്യമില്ല. അനിൽകുമാർ തന്നെയാണ് രജിസ്ട്രാർ എന്ന കാര്യത്തിൽ തീരുമാനം വന്നിരിക്കുന്നു. ഷീജ, ഇപ്പോൾ വലിയൊരു സവിശേഷമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. കോടതിക്ക് മുകളിലല്ല വി സി എന്ന് പറയുന്നയാൾ. അതായത് ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിരിക്കുന്നു, അനിൽകുമാർ തന്നെയാണ് രജിസ്ട്രാർ സ്ഥാനത്ത് അനിൽകുമാറിന് തുടരാം. അതിൽ മറുചോദ്യമില്ല. മറ്റെന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ വി സിക്ക് ഗവർണറെ സമീപിക്കാം. ഇന്ന് സിസ തോമസ് എടുത്ത ആ തീരുമാനങ്ങൾ അസാധുവാകുന്ന സാഹചര്യം. എന്താണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? തീർച്ചയായും സിജു, ഏതായാലും നിലവിലിപ്പോൾ സിസ തോമസ് ഇവിടെ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇന്ന് ഇതുവരെയായി എത്തിയിട്ടില്ല. രാവിലെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു, വിശദീകരണം ചോദിച്ചു. അതിന് തൊട്ടു പിന്നാലെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടുള്ള പി ഹരികുമാറിനെ സ്ഥാനത്ത് നിന്നും മാറ്റിയതടക്കമുള്ള നടപടികൾ സ്വീകരിച്ചെങ്കിൽ പോലും അതിനുശേഷം ഇവിടെ സർവകലാശാലയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയായി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ അത് വി സിയുടെ നടപടിക്ക് നേരെയുള്ള ഒരു തിരിച്ചടിയായി തന്നെ വേണം വിലയിരുത്താൻ. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാല സിൻഡിക്കേറ്റ് ആണ് നിയമന അതോറിറ്റി എന്നുള്ള കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സർവകലാശാല സിൻഡിക്കേറ്റ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ശരിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും സിൻഡിക്കേറ്റിൻ്റെതായിട്ടുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ട കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്നും ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും രാവിലെ സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറും വ്യക്തമാക്കിയത് അക്കാര്യങ്ങളാണ്. അതായത് താൻ ഈ സർവകലാശാലയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ചുമതല ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് താൻ പ്രവർത്തിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള നടപടികളുമായി താൻ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടിയാണ് രജിസ്ട്രാർ വ്യക്തമാക്കിയതും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി കാര്യങ്ങൾ വിശദീകരിക്കും. ഏത് രീതിയിൽ ഇനി സർവകലാശാലയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് തങ്ങളുടെ തീരുമാനം എന്നുള്ള കാര്യം സിൻഡിക്കേറ്റ് വ്യക്തമാക്കുന്നതായിരിക്കും. ഏതായാലും വി സിയുടെ നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് സർവകലാശാലയിൽ ഇന്ന് ഉയർന്നു വന്നത് എന്നുള്ളതിൽ സംശയമില്ല. എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ സർവകലാശാലയിൽ ഉയർത്തി. സർവകലാശാല ജീവനക്കാരും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത്. ഏതായാലും ചാൻസലറുടെ നിർദ്ദേശപ്രകാരം വി സി സർവകലാശാലയെ ആകെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് കടക്കുന്നത് എന്നുള്ള കാര്യമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളും എസ് എഫ് ഐ പ്രവർത്തകരും എല്ലാവരും ആരോപിക്കുന്നതും. ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുള്ള കാര്യം സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ശക്തമായ വി സിയുടെ നടപടി എന്ന് പറയുന്നത് ഒരു തരത്തിലും സർവകലാശാലയുടെ ചട്ടങ്ങൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നടപടികൾ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട് പ്രകാരമാണ്. ആ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. വി സി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിൽ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളെ ഒരു തരത്തിലും അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്ന് ഏത് രീതിയിലുള്ള നടപടികളാകും സിൻഡിക്കേറ്റ് സ്വീകരിക്കുക എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അതിൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സിജു, ശരി ഷീജ, തുടരുക. ഏതായാലും വലിയ തരത്തിലുള്ള നാടകീയ സംഭവങ്ങൾ രാവിലെ മുതൽ തന്നെ കേരള സർവകലാശാല ആസ്ഥാനത്ത് നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഇടപെടലിലൂടെ കൃത്യമായ ഒരു തീർപ്പ് വന്നിരിക്കുന്നു. കെ എസ് അനിൽകുമാറിന് രജിസ്ട്രാറായി തുടരാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റെന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ വി സിക്ക് ഗവർണറെ സമീപിക്കാം, ചാൻസലർ കൂടിയായ ഗവർണറെ സമീപിക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്.